സമ്മാനമാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ വീട്ടു ചെലവിന് ഭാര്യയ്ക്ക് പണം അയക്കുന്നത് ചിലപ്പോ കുരുക്കായേക്കാം. ഭർത്താവ് ഭാര്യയ്ക്ക് നൽകുന്ന പണത്തിന് നികുതിയോ എന്ന് കേട്ട് അതിശയമൊന്നും തോന്നണ്ട, സംഭവം തന്നെയാണ്. പേടിക്കാനോ ആശങ്കപ്പെടാനോ ഒക്കെ വരട്ടെന്നേ, കാര്യം ഇത്രേ ഉള്ളൂ. അതായത് രമണ, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയെന്നേ. നിങ്ങൾ വീട്ടിലെ ചിലവുകൾക്ക് ഭാര്യയ്ക്ക് മാസവും പണം നൽകാറുണ്ടല്ലോ. അതെങ്ങനെയാണ് നൽകുന്നത്? അക്കൗണ്ട് വഴിയാണോ അതോ UPI വഴിയാണോ? അവിടെയാണ് ഈ ശ്രദ്ധിക്കേണ്ട സംഭവമുള്ളത്. അതിന് ആദായ നികുതി നിയമത്തിലെ ചില വ്യവസ്ഥകൾ അറിയണം. ഇല്ലെങ്കിൽ നികുതി നോട്ടീസ് വീട്ടിലെത്തും. വീണ്ടും ടെൻഷനായോ? ടെൻഷൻ അടിക്കണ്ടെന്നേ, കാര്യം പറഞ്ഞു തരാം. ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ 269(SS)ഉം 269(T) എന്നിവ അനുസരിച്ച് ഒരു നിശ്ചിത തുകയിൽ കൂടുതലുള്ള പണമിടപാടുകൾ നികുതി നൽകേണ്ട വരുമാനത്തിന്റെ ഭാഗമായി കണക്കാക്കപ്പെടും. ഇത് പലർക്കും അറിയില്ല. ഇതൊന്നും അറിഞ്ഞാൽ ഇതിന്റെ നൂലാമാലകളിൽ നിന്നും എസ്കേപ്പ് ആകാന്നേ. സ്ഥിര നിക്ഷേപങ്ങൾ, വസ്തു അല്ലെങ്കിൽ ഓഹരി വിപണി എന്നിവയിൽ ഭാര്യ പണം നിക്ഷേപിക്കാറുണ്ടോ? ഇത്തരക്കാർക്ക് അത്തരം നിക്ഷേപങ്ങളിൽ നിന്നുള്ള വരുമാനം നികുതി റിട്ടേണിൽ ഉൾപ്പെടുത്തേണ്ടി വരുമെന്നാണ് പലർക്കും അറിവില്ലാത്ത കാര്യം. ഇനി നികുതി പിടിക്കാതിരിക്കണമെങ്കിൽ ചില സാമ്പിൾ ടെക്നിക് പറഞ്ഞു തരാം. 20,000 രൂപയിൽ കൂടുതൽ പണമായി കൈമാറിയിട്ടില്ലെന്ന് ഉറപ്പുവരുത്താൻ മറക്കാതിരുന്നാൽ മതി. പക്ഷേ കൂടുതൽ പണം കൈമാറേണ്ടി വരുമല്ലോ. അപ്പോഴോ RTGS, നെഫ്റ്റ്, ചെക്ക് എന്നിവ ഉപയോഗിക്കുക. മറ്റൊരു ഈസി വേ, തുക സമ്മാനമായി നൽകിയാൽ നികുതി നോട്ടീസ് നൽകില്ല കേട്ടോ. പണമിടപാടുകൾ നിയന്ത്രിക്കാനും കള്ളപ്പണമിടപാടുകൾ തടയുന്നതിനു വേണ്ടി മേൽപ്പറഞ്ഞ വകുപ്പുകളാണുള്ളത്. സെക്ഷൻ 269(SS) 20,000 രൂപയ്ക്ക് മുകളിലുള്ള അഡ്വാൻസുകൾ, വായ്പകൾ അല്ലെങ്കിൽ നിക്ഷേപങ്ങൾ പണമായി സ്വീകരിക്കുന്നത് നിരോധിക്കുമ്പോൾ സെക്ഷൻ 269(T) പ്രകാരം 20,000 രൂപയ്ക്ക് മുകളിലുള്ള വായ്പകളോ നിക്ഷേപങ്ങളോ ബാങ്കിംഗ് ചാനലുകൾ വഴി മാത്രം തിരിച്ചടയ്ക്കണമെന്നാണ് നിയമം പറയുന്നത്.